അമ്മ ഇവിടെ ഇങ്ങനെ ഇരുന്നു. അവിടെ ശ്രീകാന്ത് വെട്ടിയാറിന്റെ അമ്മയൊക്കെ കൈകൊട്ടി കളിക്കാനൊക്കെ പോവാ. അമ്മയ്ക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? എന്തെങ്കിലുമൊക്കെ അറിയാവോ? എനിക്കും അറിയാം. തുടങ്ങാൻ അല്ല നോട്ടുമാലയെ കിട്ടിയേക്കും ശ്രീകാന്ത് വെട്ടിയാറിന്റെ അമ്മയ്ക്ക്. എങ്ങനെ അമ്മയ്ക്ക് അറിയാം? അമ്മ ഒന്ന് കളിച്ചേ. നീ എന്തോ അമ്മമാരെ കളിയാക്കുന്ന? ഒന്ന് കളിച്ച് കാണിച്ചേ. വെട്ടിയാറിന്റെ അമ്മയ്ക്ക് അറിയാവുന്ന കൂട്ട് തന്നെ എനിക്കും അറിയാം. അമ്മമാരെ കളിയാക്കാൻ 2 സ്റ്റെപ്പ് നീ ഒന്ന് വെച്ചേ. പിന്നെ ജാനകി നീ ഒന്ന് കളിച്ചു. എങ്ങനെ ജാനകി എങ്ങനെ എന്റെ അച്ഛൻ കളിച്ച അങ്ങനെ ജാനകി അച്ഛൻ കളിക്കും നോക്കട്ടെ. അച്ഛൻ എനിക്ക് അമ്മ കളിച്ച് അങ്ങനല്ല ഒന്ന് കളിച്ച് അമ്മ കളിച്ചപ്പോ ജാനകി അമ്മ കൈയോട്ടിയുടെ സ്റ്റെപ്പ് ഇട്, അത് അച്ഛൻ കളിക്കും. അതൊന്ന് കളിച്ചു ഒന്ന് നോക്കി ചിലപ്പോ ജാനകി ഒത്താലോ. അത് പറ്റും. ഇങ്ങനെ ശരീരം കൈ വരണം. എങ്ങനെ ആഞ്ഞിലിച്ചൊക്കെയോ വേണ്ട മോനെ. എങ്ങനെ അടുത്ത സ്റ്റെപ്പ് ഇട്ടേ. അടുത്ത അമ്മ വേറൊരു സ്റ്റെപ്പ് ഇടാൻ പോകണം. ഓക്കെ എന്താ അമ്മ കളിക്കുന്നത് കണ്ട് അച്ഛൻ കളിക്കണം. ആ സ്റ്റെപ്പ് കളിക്കണ്ട. അമ്മ കളിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ കളിച്ച് കാണിക്കണം. അതാ കറക്റ്റ്. ഓക്കെ അമ്മ ആയിട്ട് കളിക്കാം. ഞാൻ ഈ പാടി കോപ്പറേറ്റ് അടിക്കാം. ഇതാ മറ്റേ പാട്ട് കളി അച്ഛൻ അമ്മ പാടിക്കോട്. റെഡി 1 2 3 എന്തോ സ്റ്റെപ്പൊക്കെ. അടുത്ത പാട്ട് ഏതാ? കൈശോരിയുടെ പാട്ട്. പൂമരം പൂവാകയിൽ പൂത്തുമ്പി പാറി നിന്നേ അടുത്തത് നമ്മ കളിക്കാൻ പോകുന്നു താകൃതാളം. നല്ല താകൃതാളം. താകൃതാളം നല്ല താകൃതാളം. താകൃതാളം നല്ല താകൃതാളം. താകൃതാളം നല്ല താകൃതാളം കൊടുങ്ങല്ലൂരിലമ്മേ. അച്ഛൻ രണ്ട് കൈ കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നീന്തുന്നു. അങ്ങനൊന്നും അല്ല. അമ്മ പഠിപ്പിച്ചോട്. എന്തൊരു കള്ളുടി ഇങ്ങനെ പോകുന്നത്. നല്ലൊരു കളി. വലത്ത് കാല് വെക്കുന്നതിനൊപ്പം വലത്ത് കൈയും പൊക്കണം. അതെ വലത്ത് കൈ വെക്കുമ്പോൾ വലത്ത് കാലും പൊക്കണം. ഓക്കെ അങ്ങനൊന്നുമല്ല. കാണിച്ചോളാം കറക്റ്റായിട്ട്. ഞാൻ ഒരിടത്ത് തന്നെ നിന്നാ കളിച്ചത്. അമ്മയുടെ തിരുവാതിരയുടെ പാടുള്ള സ്റ്റെപ്പ് കാണിച്ചു. ഒന്ന് കളിച്ചു. ഞങ്ങൾ കളിക്കുന്നത് നിങ്ങൾ ഇവിടെ കിടന്ന് കളിയാക്കുമായിരുന്നല്ലോ അച്ഛനും മക്കളും എല്ലാം കൂടെ. എപ്പം നോക്കിയാലും ഒരു കൈകൊട്ടും ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് കാണിച്ച്. അതല്ല കളിക്കാൻ പറഞ്ഞ അമ്മ കളിച്ച് കാണിക്കുന്നു. അമ്മ കളിച്ച് കാണിക്കുന്നു. ആ മുദ്രയൊക്കെ പോയി നോക്കിയോ. ആ മുദ്രയൊക്കെ ശ്രദ്ധിക്കുക. അത് തന്നെ. പാട്ടെന്തുവാ? പാട്. അമ്മയ്ക്ക് തിരുവാതിര കളിക്കാൻ വേണ്ടി അച്ഛൻ പാട്ട് പാടി കൊടുക്കുന്നു. അച്ഛൻ ഇതാ മൈക്ക് ഞാൻ കൈമാറുന്നു. ഓക്കെ കമോൺ പാടിക്കൊടുത്തോ. 7 പൊന്നാനപ്പുറത്തെഴുന്നരുളും ഏറ്റുമാനൂരപ്പ തൊഴുന്നേ നിൻതൃപ്പാദം.
ആ ആദ്യം തൊഴുത് പിടിക്കണം. അമ്മയുടെ നോക്കി കളിക്കണം. ഇങ്ങോട്ട് നോക്കി വേണം. ഏഴര പൊന്നാന പുറത്തെഴുന്നരുളും ഏറ്റുമാനൂരപ്പ തൊഴുന്നേ തൊഴുന്നേ എല്ലാം നിന്ത്രപ്പാദം തെറ്റാ. ആണോ? പാട്ട് വരില്ല. ഓ വേണ്ട വേണ്ട എല്ലാം തെറ്റാ. പൊട്ടം പാട്ടും കൊണ്ട് വരും. നല്ലോണം പാടാൻ അറിയാവുന്നും പറഞ്ഞുകൊണ്ട്. മതി മതി, ഞാൻ ഇതിനകത്തില്ല. എല്ലാം തെറ്റാ കളിച്ചത്. ഒരു പാട്ട് പാടി ഒരു സ്റ്റെപ്പ് ഇട്ടേ. അച്ഛൻ പണ്ട് ഉളുന്തി മറ്റേ തിരുവാതിരകളിയൊക്കെ ഉള്ളതല്ലേ. ശരിയാണ്. ഇവിടെ പാടുന്ന പാട്ടൊന്ന് പാടിക്കും, ഞാനിവിടെ കളിക്കാം. ഇവിടൊക്കെ നിങ്ങൾ പാടുമായിരുന്നല്ലോ അണ്ണാ പണ്ടത്തെ പാട്ട്. അണ്ണാ ഇവിടെ എന്തുമാത്രം തിരുവാതിര നിങ്ങൾ പാടുമായിരുന്നു. പാട്ടൊക്കെ പാടത്തില്ല, പണ്ടത്തെ പാട്ട് തിരുവാതിര ഒന്ന് പാടിക്കണ്ണ. നോക്കട്ടെ, എനിക്ക് അറിയത്തില്ല. ഇഞ്ചക്കാട്ടി കേറുന്നേ അവൾ ഇഞ്ച പറിച്ച്. കിളിയേ 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 കിളിക്കിടാവേ ഞാനൊരു മുല്ലയും നട്ടിട്ടുണ്ടേ. കിളിയേ കിളിയേ കിളിക്കിടാവേ ഞാനൊരു മുല്ലയും നട്ടിട്ടുണ്ടേ. മുല്ലയ്ക്കു മുക്കൂടം വെള്ളം കോരി മുല്ലയും നന്നായി പൂത്തിട്ടുണ്ടേ. കിളിയേ കിളിയേ കിളിക്കിടാവേ ഞാനൊരു മുല്ലയും നട്ടിട്ടുണ്ടേ. മുല്ലയ്ക്കു മുക്കൂടം വെള്ളം കോരി മുല്ലയും നന്നായി പൂത്തിട്ടുണ്ടേ. അടിപൊളിയില്ലേ മോനെ? ഏത് കടവിലാണേ കിളി മുങ്ങാൻ പോകുന്നതേത്തത്തിന്താ. പള്ളിക്കടവിലാണേ കിളി മുങ്ങാൻ പോകുന്നതേത്തത്തിന്താ. ഏത് കടവിലാണേ കിളി മുങ്ങാൻ പോകുന്നതേത്തത്തിന്താ. പള്ളിക്കടവിലാണേ കിളി തിന്നാതോ തിന്നോ തരിത്തോ ധാത്തരി കടതോ തരിത്തോ ദോ തരി തരിത്തോ. ഏത് കടവിലാണോ കിളി മുങ്ങാൻ പോകുന്നതേത്തത്തിന്താ. അപ്പൊ ഫസ്റ്റ് എനിക്ക് അതിരുവാതിരക്ക് പാട്ടിന് ഫസ്റ്റ് രാധാച്ചൻ. ഇത് കളിക്കുമ്പോഴേ അനങ്ങുന്നുണ്ടോ നോക്കിട്ട് അനങ്ങിയ കള്ളാൻ പറയണേ. എനിക്കറിയാം. ഫസ്റ്റ് ഞാനേ ഒന്ന് അത് ഈർക്കിൽ കൊണ്ടാ മോനെ എടുക്കണ്ടേ. എനിക്ക് മൊത്തം കിട്ടി. പൊട്ടിക്കായിരുന്നു വള. ഇവിടെ എടുക്കണം. ഇങ്ങനെ തട്ടി ഒന്ന് ഇങ്ങനെ തട്ടിയിട്ട് പെതുക്കെ തട്ടണം. ഇങ്ങനെ തട്ടണം. എന്റെ ഒരു വള പൊട്ടാ, അതിന് ഓരോന്ന് എടുക്കണം. അനക്കാതെ എടുക്കണം. അങ്ങനെ കൈ താഴെ വെക്കാതെ ഞങ്ങൾക്ക് കാണണം. രണ്ട് പോയി സൗണ്ട് കേൾക്കണോ? അനങ്ങരുത്. വളയൊന്നും അനങ്ങരുത്. ഇത് മൊത്തം ഇങ്ങനെ തട്ടണോ മോനെ? അണ്ണം മിണ്ടാതെ ഞാനൊന്ന് കളിച്ചോട്ടെ. കള്ളത്തരവോ വേണ്ട, കളിക്കുന്നില്ല. പാട്ടൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എല്ലാം പോകണം. രണ്ട് അണ്ണനെ എന്താ കാണിക്കുവോ അണ്ണനാ? ഒന്ന് ഇട്, ഞാൻ മെച്ചം കൂട്ട് തന്നെ ഇരിക്കുവോ. മാറി നിന്നേ ഇച്ചിരി. മാറിക്കൊടു. കുഴിപ്പാറ ഒന്ന് രണ്ട് അവിടെ പാട് വിടും. നന്ദു മാറില്ലേ? കണ്ണു കാണുന്നില്ല. അവിടെ പാട് വിടും. മൂന്ന് നാല് ഊതടി പിന്നെ കണ്ടോ? കപ്പം മനഃപൂർവ്വം പറഞ്ഞതാ. ഒരു മിനിറ്റ് നന്ദനോട് വലിയ വാഴ ഓടിക്കോ. ഞാൻ വീഡിയോ എടുക്കാം. ഞാനാണോ?
ഇതെന്താ കളിയാ? ബുദ്ധിയുള്ളവരങ്ങനെ തട്ടിയിടും. 4 5 ആ. 6 6 ബുദ്ധിയുള്ളവരങ്ങനെ തട്ടിയിടും. അതാ നിങ്ങൾ ബുദ്ധിയില്ലാതെ അപ്പൊ കൊടുമാരെ വള ഒന്ന് അപ്പുറം കയ്യത്ത്. എന്റെ വള പൊട്ട് വേണല്ല. ബുദ്ധിപരമായി കളിക്കുന്നവരുടെ ആരാധന കാണാം. ഓഹോ ഇന്നെല്ലാം 1 വെയിറ്റിംഗ് ശരിയല്ല. ഇച്ചിരി മുറുക്കെ അങ്ങ് തട്ടിയാ മതി. അമ്മ ലാസ്റ്റ് ലാസ്റ്റ് നന്ദുവിന് കൊണ്ടൊരു കളി. നന്ദു നന്ദു കാണുന്നുണ്ടോ? ഉണ്ട്. ആ പറ്റത്തില്ല. നീയല്ലേ തീരുമാനിക്കുന്നത്. അല്ലെ മാക്രിക്കല്ലേ. ഇതാ ആദ്യം, ഞാൻ ഈർക്കിൽ വെച്ചെടുക്കാം. ഊതി വേണ്ട മാറിയില്ലേ? 2 2 3 4 വരത്തില്ല. ഊതൊന്ന്. എടുക്കുമ്പോ പിന്നെ കൈയെല്ലാം അപ്പൊ ജയിച്ചത് ഞാനാ. പിന്നെ ഒന്നല്ല. അപ്പൊ നമ്മള് എന്താ ഒരു പഴയ ഓർമ്മകളിലേക്ക് പോയി. അതെ പഴയ ഓർമ്മകളിലേക്ക് പോയിരിക്കുന്നു. കള്ളക്കളിയൊക്കെ എടുക്കുമായിരുന്നു. വെറൈറ്റി കളികളുമായിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച ഞങ്ങൾ കളിച്ച് അടുത്ത ആഴ്ച ഞങ്ങൾ കുഴിപ്പാറയായിട്ട് വരുന്നത് പറയും. കുഴി പറയാ എന്തുവാ ഇങ്ങനെ അടിക്കുന്നു. കുഴി തുറന്നിട്ട് ഇങ്ങനെ ഈ എലഞ്ഞിപ്പഴം ഇല്ലേ, അതിന്റെ കുരു വെച്ചിട്ട് ഇങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആ കുഴിയിലോട്ട് തെറിപ്പിക്കും. അടുത്ത ആഴ്ച നമ്മളപ്പം കുഴിപ്പാറയായിട്ട് വരുന്ന ചുമ്മാ എലഞ്ഞിപ്പാറ എലഞ്ഞിപ്പാറയായിട്ട് വരുന്നതായിരിക്കും. എന്തുവാന്നറിയാം അച്ഛൻ കളി കണ്ടുപിടിച്ചാണ്. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച കാണാം.